ആത്മഹത്യ ചെയ്യാം, അല്ലാതെ വേറെ മാർഗമില്ല, മാർഗമില്ല. അല്ലെ മെറ്റിൽ ദേഹത്ത് കയറുമ്പോൾ എനിക്ക് വേദന എടുക്കും, അതുകൊണ്ട് അങ്ങനെ പിടിക്കാം. ഇങ്ങനെ നടക്കാമേ. അല്ലെങ്കിൽ വേണ്ട. ഞാനിങ്ങനെ നടക്കുമ്പോൾ ട്രൈ ചിലപ്പോൾ എൻ്റെ മണ്ടയ്ക്കൂടെ പോയി എന്നെ പിന്നെ പറ്റിക്കും. അത് വേണ്ട. ഇങ്ങനെ വട്ടം കിടക്കാം ഇങ്ങനെ നടക്കും. അല്ല വേണ്ട, വീട്ടിൽ കൊണ്ട് വരുമ്പോൾ രസം കാണത്തില്ല, വേണ്ട. അത് വേണ്ട. ട്രെയിൻ മരുന്നുണ്ടാന്ന് നോക്കട്ടെ. ഉണ്ട്. ട്രെയിൻ മരുന്നുണ്ട്. ഇവിടെ നല്ലല്ലേ അത്? അപ്പുറത്തെങ്ങാണ്ട് അമ്പലത്തിൽ പക്രുച്ചാട്ടൻ്റെ മിമിക്രി നടക്കുന്നു. ഈ ഗുഹയ്ക്കകത്തൊന്നും ഇത് ഇറങ്ങിയില്ലേ? മറ്റേ ഇല്ല, പൊക്കത്താൻ പുള്ളി ഉണ്ട് കേട്ടാ, കൂടെ പൊക്കത്താനും ഉണ്ട് കൂടെ. അത് ഇങ്ങനെ നടക്കാൻ പറഞ്ഞ് ട്രെയിൻ മറട്ടെ. പിന്നെ നിന്റെ പെണ്ണുമുള്ളല്ലേ നീ പറയുമ്പോ ഇച്ചിരി ഇങ്ങോട്ട് മാറി കിടക്കാൻ. ഞാൻ എടാ പോടാ, അങ്ങോട്ട് ഇങ്ങോട്ട് പോടാ, വേറെ ആവശ്യത്തിന് കിടക്കേണ്ടത്. എടാ പോകാന് നീ മാർക്കറ്റ് കേട്ടാ. എടാ അപ്പുറത്തെ കാട്ടിലെങ്ങാനും പോടാ, നിനക്ക് എന്തിന്റെ കയറാണ്? നീയൊക്കെ ഇത് നശിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേ. എടാ പോടാ നീ, ഇത് അവിടെ നിന്ന് ചേട്ടാ ഞാൻ അതിന് വന്നല്ലേ ചേട്ടാ. പിന്നെ നിന്റെ മോൻ കണ്ട അറിയാം, നിനക്ക് മുട്ടിക്കോ? എനിക്കറിയാം നിന്റെ മോങ്ങ. എനിക്കൊരു മുട്ടലും ഇല്ല. പിന്നെന്തോ നീ അവിടെ ആത്മഹത്യ ചെയ്യാൻ വന്ന ചേട്ടാ. എന്തുവാ ആത്മഹത്യ ചെയ്യാൻ വന്നേ? MG സോമന്റെ പോരിക്കുന്ന മുഖം അടിച്ചാൽ ആദ്യം പോലെ കേട്ടാ. നീ എന്റെ എടാ പോടാ, ഇത് ഞാൻ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ബുക്ക് ചെയ്ത്. ഭയങ്കര പേടി വരുന്നുണ്ട് ചേട്ടൻ. ഒന്ന് പ്രയർ ചെയ്യാമോ? ഒരു പ്രയറും ഇല്ല, ഇവിടെ ആത്മഹത്യ. നീ അപ്പുറത്തേക്കാൻ പോ. പ്രയർ ചെയ്യട്ടാ ചേട്ടാ. ഞാൻ ഒരു പ്രയർ. ഞാൻ നിനക്കൊരു ധൈര്യം തരാം, ഞാൻ പ്രയർ ചെയ്യും. കൂടി കുടിക്കണേ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാന കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. കാടിന്റെ അല്ലല്ല കിങ്ങിണി, ആടിന്റെ അല്ലേ കിങ്ങിണി. ആട് കിങ്ങിണിയായിട്ട് വല്ലവടിക്ക് പോട്ടെ. നീ വല്ലവടിക്കും പോടാ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നാ. എടാ ഞാനിത് ചെയ്യട്ടെ, നീ പോടാ, ഇവിടെ അല്ലെന്ന്. ചേട്ടാ മരിച്ച നരകത്തിൽ പോവോ? പിന്നെ നരകത്തിൽ പോകുന്ന നര മാത്രം വെച്ചാൽ നിൽക്കുവോ? കത്തിക്കുമ്പോ ഫുള്ള് കത്തിപ്പോ. നിനക്ക് എന്തോടാ വേണ്ടത്? അതല്ല, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവെന്ന്? നീ നരകത്തിലേ നീ പോകത്തുള്ളൂ. അല്ല ഒരു പരിവില്ലാത്ത എന്നെ ദ്രോഹിക്കാൻ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ? നീ നരകത്തിലേ പോകത്തുള്ളൂ. നീ ചേട്ടൻ എങ്ങനെ വന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ. ചേട്ടൻ ആത്മഹത്യ ചെയ്യാൻ വന്നാണോ? അതെ. ചേട്ടാ നമ്മൾ രണ്ടും ആത്മഹത്യ ചെയ്യാൻ വന്നാ? അതെ. എന്നാ പിന്നെ നമുക്ക് ഒരു സ്റ്റോറി ഇട്ടാലോ? എടാ നിനക്ക് സ്റ്റോറി ഇടാ, നീ അങ്ങോട്ടും ഇങ്ങോട്ടാ പോയിടാ. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്റ്റോറി ഇടാൻ നീ അപ്പുറത്തെ പോയി സ്റ്റോറി ഇടാ. സ്റ്റോറി ഇടുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റോറി ഇടുന്ന കാര്യം പറഞ്ഞു. ഏതിലാണെങ്കിലും ഇവിടെ വെച്ച് പറ്റത്തില്ല. പോ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. നീ മാറി ചേട്ടൻ ആത്മഹത്യ ചെയ്യാൻ പോണം. ചേട്ടൻ എന്താ ആത്മഹത്യ ചെയ്യുന്നത്? എടാ വേറൊന്നുമല്ല, ഞാൻ ഒരു കല്യാണം കഴിച്ചു. എന്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ടുകൂടാ. എന്റെ ഭാര്യ എന്റെ അമ്മയായിട്ട് എപ്പോഴും വഴക്ക്. നിനക്കറിയാം, നീ വീട്ടിൽ വന്ന് രാവിലെ നോക്കണം. നീ മഹാഭാരത സീരിയൽ കണ്ടിട്ടുണ്ട്? അതിനകത്ത് ഒരു അമ്പ് ഇങ്ങനെ ദൂരേന്ന് വരും, അടുത്ത അമ്പ് അവിടുന്ന് വന്ന് ആകാശത്ത് വെച്ച് ഇങ്ങനെ പൊട്ടുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ അമ്മ എന്റെ അമ്മ രാവിലെ ഒരു കാലവെടുത്ത് ഇങ്ങോട്ട് എറിയും. പെണ്ണുങ്ങളെ അവിടുന്ന് ഒരു ചെലവത്തടി എടുത്ത് ഇങ്ങോട്ട് എറിയും. മേളി വന്ന് പൊട്ടു, എന്റെ തലയ്ക്ക് ഒരു പോക്കിന് അത് വീഴും. അങ്ങനെ ഭയങ്കര പ്രശ്നം. അതിന്റെ ഇടയ്ക്ക് കാലക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജോലിയും പോയി. ഏതെങ്കിലും ജന്മഷിപ്പേടായിരുന്നോ അതോ പക്കായിരുന്നോ? എന്തുവാ ജോലി? ജോലി പോയ കാര്യം എന്താണ് പറഞ്ഞത്? പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ ജോലിയും കൂടെ പോയെന്ന്. ജോലി എങ്ങനെ പോയി? ചെയ്യാത്ത കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ജോലി പോകും. ഇടാ അങ്ങനെ ജോലി ചെയ്യാത്ത കുറ്റത്തിന് അല്ലെന്ന്. അതായത് ഈ കൊല്ലം സ്റ്റാൻഡിൽ നിന്ന് പാലക്കാടിന് വന്നൊരു KSRTC ബസ്സിനകത്ത് ഞാൻ കയറി. ഈ വണ്ടി ഓടി നേരെ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ആലപ്പുഴ സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റ് ചായ കുടിക്കാൻ നിർത്തിയിട്ട് അപ്പൊ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കാണാം എന്റെ ഒരു കൂട്ടുകാരന് കാറിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ പോകണ്ടാ കൊച്ചിനെ, എവിടെ പോകണ്ടാ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു മൂന്നാർ പോവാന്ന്. അപ്പൊ ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി അവന്റെ കൂടെ കയറി കാറിൽ കയറി മൂന്നാർ പോയാലും എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ചോദിച്ചവരോട്. അപ്പൊ അവര് പറയാം, ഇത്രയും യാത്രക്കാരെ ഇരുത്തിയിട്ട് ഡ്രൈവറായി നീ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ എന്തിനു മൂന്നാർ പോയത്? നിസ്സാര കേസിന് എന്തൊക്കെയാണ് പറയാം. അപ്പൊ ചേട്ടനെ പറഞ്ഞു വിടുകയല്ല, തല്ലും കൂടെ തരേണ്ടി വരും. നീ സമയം കളയാതെ നീ പോടാ കൊച്ചിന്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ആത്മഹത്യ. നിനക്ക് ടെൻഷൻ ഉണ്ട്? ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യും ചേട്ടൻ അറിയാവോ? എന്തിന്? എനിക്ക് ദൈവവിശ്വാസം ഭയങ്കര കൂടുതലാ. ഓ, അപ്പൊ ആത്മഹത്യയായിട്ട് ദൈവത്തെ നേരിട്ട് ഒന്ന് കാണാനായിട്ട് അതിനുള്ള പരിപാടിയാണോ ചേട്ടാ? അതല്ല, എന്റെ ഒരു ജോത്സ്യം പറഞ്ഞു 30ാമത്തെ വയസ്സ് എന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ 30 വയസ്സ് കഴിഞ്ഞ് 37ാമത്തെ വയസ്സാണിപ്പോ. എന്റെ ഇനി കല്യാണം നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ. എനിക്ക് ജീവിതം ഇല്ല ചേട്ടാ. കൈ കൊടു. ഭാഗ്യവാനാ ചെറുക്കാ, നീ ഭാഗ്യവാനാ. നീ എടാ കല്യാണം കഴിച്ചിട്ടാ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഇവിടം വരെ എത്തിയത് എന്റെ ജീവിതം. എടാ കല്യാണം കഴിക്കരുത്, സ്വന്തമായിട്ട് ജീവിക്കേ. നിന്റെ ജീവിതം കളയരുത്. സത്യം പറഞ്ഞോണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നശിക്കാൻ പോവാ. അതായത് പിന്നെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല. അപ്പൊ എവളുമാര് വിളിക്കും.